നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഈ രീതിയിൽ നമ്മൾ ഫിഷർ റെപ്രസെൻറ്റേഷൻ കാണിച്ചു. ഈ സ്ട്രക്ചർ വെച്ചിട്ട് പല റിയാക്ഷൻസും ഗ്ലൂക്കോസിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെങ്കിലും ചില റിയാക്ഷൻസ് ഈ സ്ട്രക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഫോർ എക്സാമ്പിൾ, ഗ്ലൂക്കോസ് ഷിഫ്റ്റ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യണില്ല. പിന്നെ അതുപോലെ തന്നെ സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് NaHSO3 സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് എഡിഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യണില്ല. അപ്പോൾ അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യണത് ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ല എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പെൻഡാ അസറ്റേറ്റ് ഗ്ലൂക്കോസ് അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ പെൻഡാ അസറ്റേറ്റ് ഫോം ചെയ്യും. ഈ പെൻഡാ അസറ്റേറ്റ് വീണ്ടും ഹൈഡ്രോക്സിലമീനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഓക്സിൻ ഫോം ചെയ്യണില്ല. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ക്ലിയർ ആവണത് ഗ്ലൂക്കോസിലുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണതല്ല. പിന്നെ അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ 2 ഫോം ഉണ്ട്, ആൽഫ ഫോമും ഉണ്ട്, ബീറ്റ ഫോമും ഉണ്ട്. അപ്പോൾ ഈ ആൽഫ ഫോം ബീറ്റ ഫോം എന്നുള്ള 2 മെൽറ്റിംഗ് പോയിന്റിന് ഡിഫറൻസ് ഉള്ള ആൽഫ ബീറ്റ എന്നുള്ള 2 ഫോമിൽ ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി നമുക്ക് ഈ ഒരു ഓപ്പൺ ചെയിൻ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നു ഗ്ലൂക്കോസിന് എങ്കിൽ ഇത് ഷിഫ്റ്റ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ പെൻഡാസറ്റേറ്റ് വീണ്ടും ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്യണമായിരുന്നു, ഓക്സിൻ ഫോം ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻസ് ഒന്നും തരാത്തത് ഇതിൽ ഫ്രീ ആയിട്ടുള്ള OH ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ OH ഗ്രൂപ്പ് അല്ല, ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ കാർബണിൽ ഇത് ഓക്സിജൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കാർബൺ ഒരു പോസിറ്റീവ് ചാർജും ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജും കാർബൺ ഒരു നെഗറ്റീവ് ചാർജും ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജും കാർബൺ ഒരു പോസിറ്റീവ് ചാർജും വരും. ഓക്കെ, അതുപോലെ തന്നെ ഈ 5th കാർബണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ്, ഓക്സിജൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ ഇവിടെ ഓക്സിജൻ മൈനസുമായിട്ട് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ C+ എന്ത് ചെയ്യും, ഇപ്പുറത്തുള്ള ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൈക്ലിക് സ്ട്രക്ചർ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടുത്തെ ഈ C+OH എന്ന് പറയുന്ന ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അവിടെ CO- അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് H+ വരുമ്പോൾ എന്താവും, COH ഫോം ചെയ്യും. പിന്നെ അതുപോലെ ഈ കാർബൺ പോസിറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ ഈ ഹൈഡ്രജൻ ആണ് കേട്ടോ, ഇവിടുത്തെ ഹൈഡ്രജൻ ആണ് ഇങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടെ ഓക്സിജന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതണേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഓക്സിജനെ നമ്മളിവിടെ സെൻട്രലായിട്ട് ഇങ്ങനെയാണ് കാണിക്കുക. അപ്പം ഇതാണ് ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ. ഇതിലത്തെ ലാസ്റ്റിലത്തെ കാർബണിലാണ് കേട്ടോ. ഇതാണ് ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ഈ C+OH ഈ ഓക്സിജൻ ഹൈഡ്രജൻ ആഡ് ചെയ്യണത്, ഇവിടുത്തെ ഇത് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടേക്കുള്ള ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലാവാം അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാവാം. OH എന്ന് പറയുന്നത് ഇപ്പുറത്തേക്കാവാം. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, ഗ്ലൂക്കോസിൻ്റെ 2 സ്ട്രക്ചർ കിട്ടും. അതാണ് ആൽഫ ആൻഡ് ബീറ്റ ഫോം. അങ്ങനെയാണ് ഗ്ലൂക്കോസിൻ്റെ 2 സ്ട്രക്ചർ വന്നത്. ഇത് ബീറ്റ ഫോമും ഇത് ഗ്ലൂക്കോസിൻ്റെ ആൽഫ ഫോമുമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ്, ഈ ഒരു സൈക്ലിക് സ്ട്രക്ചറിൽ ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല. ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷിഫ്റ്റ് റിയേജൻറ്റുമായിട്ടോ അതുപോലെ സോഡിയം ബൈസൾഫൈറ്റുമായിട്ടോ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പെൻഡാ അസറ്റേറ്റുമായിട്ടൊന്നും ഇത് ഗ്ലൂക്കോസിൻ്റെ പെൻഡാ അസറ്റേറ്റ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്, പെൻഡാ അസറ്റേറ്റ് ഹൈഡ്രോക്സിലമീനുമായിട്ടൊന്നും റിയാക്ട് ചെയ്യണില്ല. അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യണത് ഗ്ലൂക്കോസിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ അല്ല, നേരെ മറിച്ച് സൈക്ലിക് സ്ട്രക്ചറാണ്. ഈ ഓക്സിജൻ മുതൽ നമ്പർ ചെയ്തു 1 2 3. അപ്പോൾ ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ, ഹൈഡ്രജൻ വായിച്ചൊക്കെ കൊടുക്കണേ. അപ്പോൾ ഇതിനെ നമ്പർ ചെയ്തു. ഇവിടെ 1st 2nd 3 4 5
6. അപ്പോൾ ഓക്സിജൻ വരുന്ന ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓക്സിജൻ വരുന്ന ഒരു 6 മെമ്പേർഡ് റിംഗ് നമുക്ക് ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് നമുക്കറിയാം. ഇതാണ് പൈറാൻ. അപ്പം ഇങ്ങനെ ഈ പൈറാൻ റിങ്ങിന് സിമിലാരിറ്റി കാണിക്കുന്ന, പൈറാൻ റിങ്ങിനോട് സിമിലാരിറ്റി വരുന്ന എന്ത് സ്ട്രക്ചറായിട്ട് നമുക്ക് ഈ ഓക്സിജൻ വരുന്ന ഈ റിങ്, ഈ പൈറാനോസ് സ്ട്രക്ചറാണ് പൈറാൻ റിങ്ങിനോട് സിമിലാരിറ്റി വരുന്ന, അതായത് 6 മെമ്പേർഡ് റിംഗ് ആണ്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്ലൂക്കോസിനെ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യണതിനെയാണ് പൈറാനോസ് സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പൈറാനോസ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 6 മെമ്പേർഡ് റിംഗ് ആണ്. ആദ്യം നമ്മൾ ഈ 6 മെമ്പേർഡ് റിംഗ് നമുക്ക് വരച്ചു വയ്ക്കാം. ഇനി എങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ ഭാഗത്തുള്ളത് OH താഴത്ത്, മുകളിൽ ഹൈഡ്രജൻ, അടുത്ത കാർബണിൽ OH താഴത്ത്, ഹൈഡ്രജൻ മുകളിൽ, ഇവിടെ ഹൈഡ്രജൻ ആണ്, ഇവിടെ OH മുകളിൽ, ഇപ്പുറത്ത് OH ആണ്, ഹൈഡ്രജൻ മുകളിൽ, ഇവിടെ അടുത്തതിൽ എന്ത് വരും? CH2OH ഉം H ഉം, CH2OH H. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യണതാണ്. ഇതാണ് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഇതിനെ നമ്മൾ എന്ത് പറയും? പൈറാനോസ് സ്ട്രക്ചർ എന്ന് പറയും. കാരണം ഓക്സിജൻ വരുന്ന 6 മെമ്പേർഡ് റിംഗ് പൈറാൻ റിംഗ് ആണ്. അപ്പോൾ പൈറാൻ റിംഗ് വരുന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ പൈറാനോസ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്നാണ് പറയുക. ഇനി ഇത് ആൽഫ ഫോമാണ്. ഇത് ഗ്ലൂക്കോസിൻ്റെ ആൽഫ ഫോമാണ്. ഇനി എങ്ങനെയാണ് ബീറ്റ ഫോം കിട്ടുക? അപ്പോൾ ഇവിടെ ഈ കാർബണിയൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇവിടുത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു ഡബിൾ ബോണ്ട് O എന്നുള്ള ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രൂപ്പ് ഇങ്ങനെയാണ് നിൽക്കണമെങ്കിലോ, H ആണെങ്കിൽ ഇവിടെ OH വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഭാഗത്തായിരിക്കും, ഹൈഡ്രജൻ ഇപ്പുറത്തായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് സ്ട്രക്ചർ എഴുതാം? രണ്ട് രീതിയിൽ അതിൻ്റെ ഓക്കെ. അപ്പോൾ ഇവിടെ ഈ OH ഇപ്പുറത്ത് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന കാർബണിലേക്ക് ഈ O മൈനസിലേക്ക് ഇവിടുന്ന് ഹൈഡ്രജൻ വന്നിട്ടാണ് OH ഫോം ചെയ്തത്. അപ്പോൾ ഇവിടെ OH റൈറ്റ് ഹാൻഡ് സൈഡിലാണ്, ഈ OHന് വേണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാവാം. ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് OH നിൽക്കുന്നതെങ്കിൽ അപ്പോൾ കിട്ടും ഇത് ആൽഫ ഫോമാണ്. ഇനി OH ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ കാർബണിയൽ ഗ്രൂപ്പിലേക്ക് ഇവിടുന്ന് ഹൈഡ്രജൻ വന്നിട്ട് 5th പൊസിഷനിലത്തെ ഈ ഹൈഡ്രജൻ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് OH റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഫോം ചെയ്തത്. ഇനി ആ OH ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഫോം ചെയ്തതെങ്കിൽ ആ സ്ട്രക്ചറാണ് ബീറ്റ ഫോം. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ ഇവിടെ വന്നു, OH പുറത്ത് വന്നു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബീറ്റ ഫോമിന്. അപ്പോൾ ഇത് ബീറ്റ ഫോമായി. അപ്പോൾ രണ്ട് ഐസോമറിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഈ C ഡബിൾ ബോണ്ട് ഓയിലേക്ക് ആ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ OH ബോണ്ട് വന്നപ്പോൾ OH റൈറ്റ് ഹാൻഡ് സൈഡിലായപ്പോൾ ആൽഫ ഫോമും OH ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായപ്പോൾ ബീറ്റ ഫോമുമാണ്. അപ്പോൾ ആൽഫ ഫോമിൽ OH താഴെയായിരുന്നു, അപ്പോൾ ബീറ്റ ഫോമിൽ എങ്ങനെയാണ്? ഈ OH മുകളിലാണ്. അപ്പോൾ ഇതാണ് ബീറ്റ ഫോം. ഇങ്ങനെയാണ് നമുക്ക് ബീറ്റ ഫോമിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കുക.